അപ്പോൾ അത് ഒരു തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ഷേപ്പുള്ള നല്ല റൗണ്ടിലുള്ള ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ അടിഭാഗത നമ്മൾ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് പൊതിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ചകിരി 3 ഭാഗമായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ അത് പൊതിച്ചെടുത്തു. തേങ്ങ നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ചകിരിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ചകിരി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ചകിരിയുടെ ഇനി മുൻഭാഗം, അതായത് ഇതിൻ്റെ ആ വായ്ഭാഗം വരുന്ന ഭാഗം നമ്മളൊന്ന് ചെറിയ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ചകിരിയുടെ മുൻഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മുടെ ബോട്ടിൽ എടുക്കുന്നുണ്ട്. ഇത് 2 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഇത് സ്പ്രൈറ്റിൻ്റെ ബോട്ടിലാണ്. ഇതേപോലെയുള്ള 2 ലിറ്ററിൻ്റെ ഏത് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നമ്മളിതാ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ബോട്ടിലിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ, അതായത് ഒന്നിടവിട്ട് ഓരോ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നിടവിട്ടിട്ടുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിൽ നമ്മളിതാ ഇതേപോലെ ചെയ്തെടുത്തു. ഇത് ആ ബോട്ടിൽ നമ്മൾ ഇതേപോലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ഒന്നിടവിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തത് ഈ രൂപത്തിലാക്കിയെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് മരത്തിൻ്റെ പൊടിയാണ്, അതായത് മരം അറക്കുമ്പോൾ കിട്ടുന്ന അറക്കപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ പിന്നെ അതിന് ശേഷം ഫെവിക്കോൾ എടുക്കുന്നുണ്ട്. ഫെവിക്കോൾ ഈ ബോട്ടിലിന് മുകളിൽ നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മരത്തിൻ്റെ പൊടി ഇതിന് മുകളിൽ മുഴുവനായിട്ടും പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഭാഗം നമ്മൾ മരത്തിൻ്റെ പൊടി പിടിപ്പിച്ചെടുത്തു. അതേപോലെ നമുക്ക് മുഴുവനായിട്ടും ഈ മരത്തിൻ്റെ പൊടി ഗം അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചെടുത്തു. അപ്പോൾ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ മരത്തിൻ്റെ പൊടി പിടിപ്പിച്ചെടുത്തു. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ചകിരി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ വായ്ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു കാലി ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അത് അതിനുള്ളിലേക്ക് നമ്മൾ ഇതേപോലെ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ചകിരി ഇതേപോലെ ഒരു കയർ ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയ ശേഷം നമുക്കിത് ഗമ്മ് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ചകിരി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ചകിരിയുടെ ഗ്യാപ്പൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി ബോട്ടിലിൻ്റെ പുറത്തേക്കുള്ള ഭാഗം നമുക്കിതാ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളിതാ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കെട്ടിയ കെട്ട് അയച്ചു മാറ്റാം. അപ്പോൾ അത് നമ്മൾ അയച്ചു മാറ്റി. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള കയറാണ്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കയർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കളറുള്ള പ്ലാസ്റ്റിക് കയറാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ഈ ചകിരിയുടെ മുകളിൽ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു വരി നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയർ ആദ്യത്തെ ഒരു വരി നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ കയർ ഇതേപോലെ ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ തൊണ്ടിൻ്റെ, അതായത് നമ്മുടെ ഈ ചകിരിയുടെ ഒരു പാതി ഭാഗം വരുന്നത് വരെയാണ് നമുക്ക് ഈ കയർ ചുറ്റിയെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പോട്ട് എടുക്കുന്നുണ്ട്. ആ പോട്ടിലേക്ക് നമ്മുടെ ഈ തൊണ്ട് നമുക്ക് ഇതേപോലെ ഇറക്കി വെക്കണം. അപ്പോൾ ആ
പോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗം വരെയാണ് നമുക്ക് ഈ കയറ് ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ കയറ് നമ്മൾ ചുറ്റിയെടുത്തതാവും. ലാസ്റ്റ് ഭാഗം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. തൊണ്ടിന് മുകളിൽ കയറ് ചുറ്റി നമ്മൾ അത് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ പോട്ടിനുള്ളിലേക്ക് ഈ തൊണ്ട് നമുക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ നമ്മളിത് ഇറക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം അത് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് തൊണ്ടിന് മുകളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വരുന്ന ഭാഗം നമ്മളിതാ മഞ്ഞ കയർ ഉപയോഗിച്ചിട്ട് അത് ഒന്ന് ഇതേപോലെ ചുറ്റിയെടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊണ്ടിന് മുകളിൽ അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമ്മൾ കയറ് ചുറ്റിയെടുത്തു. ഇനി നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ബോട്ടിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിലിനുള്ളിലേക്ക് ഇനി നമ്മുടെ ഈ പോട്ട്, അതായത് നമ്മൾ തൊണ്ടൊക്കെ ഇറക്കി റെഡിയാക്കി വെച്ച നമ്മുടെ പോട്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ കടത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ട് നമ്മുടെ ബോട്ടിലിനുള്ളിലേക്ക് നമ്മൾ ഇറക്കി വെച്ചു. പിന്നീട് നമ്മളിതാ മുകൾ ഭാഗത്ത് ആ മൂടി വരുന്ന ഭാഗത്ത് കയറ് ചുറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇതേപോലെ ഒരു ഫോം ഷീറ്റിൻ്റെ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതാ ഈ ഭാഗങ്ങളിൽ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് ഇതേപോലെ ബോട്ടിലിൻ്റെ ഭാഗം വരുന്നുണ്ട്. അതിൻ്റെ നടുഭാഗത്ത് കൂടെ ആയിട്ട് നമ്മളിതാ ഇതേപോലെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് ആ മൂടി വരുന്ന ഭാഗത്ത് നമ്മൾ കയറ് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ അടിഭാഗത്ത് നമ്മൾ കയറ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ പ്ലാന്റുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബോട്ടിലേക്ക്, അതായത് നടുഭാഗത്ത് വരുന്ന ബോട്ടിലേക്ക് നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. അപ്പോൾ അത് അതിൽ നമ്മൾ വെള്ളം നിറച്ചെടുത്തു. ഇനി നമുക്കിതിൽ പ്ലാന്റുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ മണി പ്ലാന്റാണ് നമ്മൾ വെച്ചത്. ഇതേപോലെ നമ്മൾ 4 ഭാഗങ്ങളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതേപോലെയുള്ള 2 പ്ലാന്റുകൾ എടുക്കുന്നുണ്ട്. അത് 2 സൈഡിലേക്കായിട്ട് മുകൾ ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡോറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വീടിൻ്റെ പുറം ഭാഗത്തൊക്കെ മഴ നനയാത്ത ഭാഗത്തൊക്കെ ഇത് ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് പ്ലാന്റിന് വേണ്ടിയിട്ട്, ഹാങ്ങിങ് പ്ലാന്റിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ഐഡിയ? അടിപൊളിയല്ലേ? അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. വാളിൽ, അതായത് ചുമരിൽ ആണി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് ചെയ്തിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും.